പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പഠന ക്യാമ്പും സമാപന സമ്മേളനവുമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് സമാപിക്കുന്ന പൈതൃക സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നുപോയത്. പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന പ്രമേയമാണ് സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്നത്. എന്താണ് പൈതൃകം? കഴിഞ്ഞ പ്രസംഗങ്ങളിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. വലികുല്ലി ഉമ്മത്തിർ റസൂൽ. ലോകത്ത് മാനവ സമൂഹം എവിടെയൊക്കെ വളർന്നു വന്നിട്ടുണ്ടോ, നാഗരികത എവിടെയൊക്കെ വളർന്നു വന്നിട്ടുണ്ടോ, അവിടെയൊക്കെ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലോകത്തിന്റെ വിവിധ ദിക്കുകളിലായി കഴിഞ്ഞ കാലങ്ങളായി, ഏകദേശം കഴിഞ്ഞ 10,000-ഓളം വർഷങ്ങളിലായി 1,24,000-ൽ പരം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി അള്ളാഹു നിയോഗിച്ച ദൂതൻ അതൊരു പ്രദേശത്തേക്ക് മാത്രമല്ല, ലോകം മൊത്തം ഇനി അവസാന നാൾ വരെയുള്ള ജനവിഭാഗങ്ങളിലേക്ക് അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടു. മുഹമ്മദ് നബിയുടെ നിയോഗവും ജന്മവും പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്, കേവലം ഐതിഹ്യമല്ല. ആ പ്രവാചക തിരുമേനിയുടെ ആദരണീയരും അനുകരണീയരുമായ അനുചരന്മാർ, സ്വഹാബ കിറാം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, അള്ളാഹുവിന്റെ സംതൃപ്തി ആ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ. അവരാണ് ഈ ദീനിന്റെ വെള്ളി വെളിച്ചം കേരളക്കരയിൽ എത്തിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അത് നമ്മൾ സുന്നികൾ മാത്രം പറയുന്ന ചരിത്രമല്ല. ഇക്കഴിഞ്ഞ വർഷം കോഴിക്കോട് ചേർന്ന മുജാഹിദിന്റെ 8ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സോവനീറിൽ ഒരറബി ലേഖനം കാണാം. ആ ലേഖനത്തിൽ പറയുന്നത് ഫിൽ ബിഅസത്തിൻ നബവിയ്യ, പ്രവാചക നിയോഗ കാലഘട്ടത്തിൽ തന്നെ ദീനിന്റെ സന്ദേശം ഈ കൊച്ചു കേരളത്തിൽ എത്തിച്ചേർന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും പാരമ്പര്യവും പഴക്കവുമുള്ള ദീൻ ഇസ്ലാം നിലനിൽക്കുന്നത് കൊച്ചു കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏത് എന്ന് ചോദിച്ചാൽ ചരിത്ര വിദ്യാർത്ഥി പറയും കൊടുങ്ങല്ലൂർ ചേരമാൻ മുസ്ലിം മസ്ജിദ്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി തന്റെ കയ്യിലുള്ള ചാർട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിന് കാണണമെന്ന് പറഞ്ഞ ഒന്ന് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയായിരുന്നു. കാരണം അദ്ദേഹം ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളി. ആ കൊടുങ്ങല്ലൂരിലും കോഴിക്കോട്ടും കണ്ണൂർ നിലാമറ്റത്തും കാസർഗോഡുമൊക്കെ സ്വഹാബികളും താബിഴികളും അവരുടെ മഖ്ബറകൾ നിലനിൽക്കുന്നു എന്നത് ഇന്നും നമുക്ക് നേർസാക്ഷ്യമാണ്, നേർക്ക് നേരെ കാണാവുന്നതാണ്. അന്ന് മഹാന്മാരായ സ്വഹാബത്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നേർക്ക് നേരെ പ്രവാചകരിൽ നിന്ന് മനസ്സിലാക്കിയ ആ ദീനിന്റെ യഥാർത്ഥ മാർഗം നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രചരിപ്പിച്ചു എന്നത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം മാത്രം. നൂറ്റാണ്ടുകൾ ആദർശരംഗത്ത് ഒരു ഭിന്നതയുമില്ലാതെ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച കളങ്കമറ്റ ദീനിന്റെ തനിരൂപം കേരളത്തിൽ നിലനിന്നു എന്നത് ഒരു വസ്തുത മാത്രം. മതരംഗത്ത് ചില തളർച്ചകളൊക്കെ വന്നെങ്കിലും പൊന്നാനി മഖ്ദൂമിങ്ങളുടെ നേതൃത്വത്തിൽ പുതിയൊരു നവോത്ഥാന സംരംഭവുമായി രംഗത്ത് വന്നപ്പോൾ ഇസ്ലാമിക രംഗത്ത് വമ്പിച്ച മുന്നേറ്റവും വളർച്ചയും വൈജ്ഞാനിക രംഗത്ത് ഏറെ പുരോഗതിയും കേരളീയ മുസ്ലിം സമൂഹം കാഴ്ചവെച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നെയും വൈജ്ഞാനിക രംഗത്തും ദീനീ രംഗത്തും മുസ്ലിം സമൂഹം തളർച്ച വന്നു എന്ന് വന്നപ്പോൾ
മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായി ദീനിന്റെ ആദർശരംഗത്ത് ചില ഭേദഗതിവാദങ്ങളുമായി ചിലർ പ്രത്യക്ഷപ്പെട്ടുവെന്ന് വന്നപ്പോൾ പുതിയൊരു നവോത്ഥാന സംരംഭവുമായി കേരളത്തിൽ കടന്നു വന്നത് സ്വഹാബത്ത് എന്താണോ കേരളീയ മുസ്ലിമുകൾക്ക് കൈമാറിയത് അതിൽ നിന്ന് ഒന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല, അതിലേക്ക് അഡീഷണൽ ആയി ഒന്നുപോലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ല എന്ന ആ കണിശമായ നിലപാടുകൂടി സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളെന്ന വലിയ പണ്ഡിതനും സയ്യിദും സൂഫിവരനുമായ മഹാനവരുടെ നേതൃത്വത്തിൽ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. ആ ജംഇയ്യത്തുകളുടെ പ്രവർത്തനം വളരെ മംഗളമായ നിലയിൽ കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് ആദർശ രംഗത്ത് ഭേദഗതിവാദം അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടെങ്കിലും, ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നെങ്കിലും, തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നെങ്കിലും, നിരവധി ത്വരീഖത്തുകൾ നൂരിഷ, ആലുവ, ശംസിയ തുടങ്ങി നിരവധി ത്വരീഖത്തുകൾ, വ്യാജ ത്വരീഖത്തുകൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും, NDF പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും കേരളീയ മുസ്ലിം സമൂഹത്തെ അവർക്കൊന്നും ആകർഷിക്കാൻ, അവരുടെ കൂടെ അണിനിരത്താൻ സാധിക്കാതെ പോയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സാന്നിധ്യം അതൊന്നുകൊണ്ട് മാത്രമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദരണീയരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എന്നൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പിന്റെ വിള്ളലിന്റെ വിത്തുകൾ വതക്കാൻ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവരുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇസ്ലാമിന്റെ വൈരികളായ ആദർശ ശത്രുക്കളായ ജൂതന്മാരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ ഭിന്നിപ്പ് മഹാന്മാരായ മുആവിയ റളിയല്ലാഹു അൻഹുവും തന്റെ കൂട്ടുകാരും ഒരു പക്ഷത്ത് സ്വഹാബിവരന്മാരാണ്, മറുപക്ഷത്ത് അലി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരും മറുപക്ഷത്ത് അവരും സ്വഹാബിവരന്മാരാണ്. രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നു, നൂറുകണക്കിന് ആളുകൾ വധിക്കപ്പെട്ടു, രക്തസാക്ഷികളായി. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥാവിശേഷത്തിന് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ ഒരു ചിന്ത മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷത്ത് ഉയർന്നു വന്നു എന്ന് മാത്രമല്ല, മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷത്തുള്ള ചില സൈനികർ നമ്മുടെ ഖുർആന്റെ പ്രതി മുസ്ഹഫ് കുന്തത്തിന്റെ മുകളിൽ കുത്തിക്കാണിച്ചുകൊണ്ട് അവർ ആ മുസ്ഹഫിനെ ഉയർത്തിക്കാണിച്ചു മറുപക്ഷത്തോട് ഈ ഖുർആൻ പറയുന്നതനുസരിച്ച് തീർപ്പ് കൽപ്പിക്കാം, ഈ യുദ്ധം നിർത്തിക്കൂടെ? മറുപക്ഷം കൂടിയാലോചിച്ച് അലി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അതിന് യെസ് വെച്ചു, ശരി ഉത്തരം നൽകി. ചർച്ചയ്ക്ക് കളമൊരുങ്ങി. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മുആവിയ പക്ഷത്തു നിന്നും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അലി പക്ഷത്തു നിന്നും രണ്ടു പേരെയും ചർച്ചയ്ക്ക് പ്രതിനിധികളായി നിശ്ചയിച്ച് ചർച്ചയ്ക്ക് കളമൊരുങ്ങിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു പക്ഷത്തു നിന്ന് ഒരു വിഭാഗം രംഗത്ത് വന്നു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി കൽപ്പിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രം, വ്യക്തികൾക്ക് അധികാരം വിട്ടുകൊടുക്കാൻ പാടില്ല. കൃത്യമായി ചിന്തിച്ചാൽ ഇനിൽ ഹുക്മു ലില്ലാഹി ഇല്ല എന്ന് ഖുർആന്റെ വാക്യമാണ്. തീരുമാനം കൽപ്പിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രം, അല്ലാഹുവിന്റെ റസൂലിന് മാത്രം. എന്ന് വെച്ചാൽ ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ, യോഗ്യരായ ഇമാമുമാർ അതനുസരിച്ച് വിധി കൽപ്പിക്കുന്നത് ശരിവെക്കില്ല എന്ന ഒരു പുതിയ ചിന്തയുമായി വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനവുമായി ഒരു പക്ഷം രംഗത്ത് വന്നു. അവരാണ് ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് ഖവാരിജ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു സബഇ എന്ന ജൂതനായിരുന്നു ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തകൻ, ഇതിനുള്ള പ്രേരകം ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഇസ്ലാമിക ലോകത്ത് ഭിന്നിപ്പുണ്ടാക്കി ഏതൊക്കെ കക്ഷികളുണ്ടോ അവരുടെയൊക്കെ പിന്നിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജൂതന്മാരുടെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നത് ഒരു വസ്തുത മാത്രമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്.
യുഹർറിഫൂനൽ കലിമ അൻ മവാദിഇഹി. വിശുദ്ധ ഖുർആനിൽ കാണാം. ജൂത സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ വിശുദ്ധ വേദവാക്യങ്ങൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിമറിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ്. അന്ന് ഖുർആനല്ല അവരുടെ കൈവശമുള്ള ഗ്രന്ഥം തൗറാത്താണെന്ന് മാത്രം. ജൂതന്മാരുടെ സവിശേഷമായ പ്രത്യേകതയായി ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്, യുഹർറിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്യങ്ങൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിവെക്കുക. അത് നേർക്കുനേരെ ഒരു വാചകത്തിന്റെ ഭാഗം വെട്ടിമാറ്റി ഉദ്ധരിക്കുകയാകട്ടെ, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്ത് ഉദ്ധരിക്കുകയാകട്ടെ, രണ്ടായിരുന്നാലും ജൂത പാരമ്പര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട, ലോകത്ത് പ്രത്യക്ഷപ്പെട്ട പൈതൃകവും പാരമ്പര്യവും ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ചിന്തകളുമായി രംഗത്ത് വന്ന ഏതൊക്കെ കക്ഷികളുണ്ടോ അവരുടെയൊക്കെ മുഴുവൻ പാരമ്പര്യം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. വേദവാക്യങ്ങൾ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ തിരുസുന്നത്ത് സ്വതന്ത്രമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ വെട്ടിമാറ്റിക്കൊണ്ടാണ് ഈ പുതിയ ചിന്തകൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജൂത സമൂഹത്തിന്റെ പാരമ്പര്യം മുസ്ലിം സമൂഹം പിൻപറ്റാൻ സാധ്യതയുണ്ടോ? വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസിൽ പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. പ്രവാചക തിരുമേനി പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം പിൻപറ്റുമെന്ന് ചോദിച്ചാൽ ശിബ്റൻ ബിശിബ്രിൻ, ഒരു ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികൾ ഒരു കാലത്ത് പിൻപറ്റുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോടാണ് പറയുക. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിച്ചത് ജൂത ക്രൈസ്തവരെ ഈ സമൂഹം പിൽക്കാലത്ത് പിൻപറ്റുമെന്നാണോ? ആല പ്രവാചക തിരുമേനി പറഞ്ഞു, ഫമൻ, ജൂത ക്രൈസ്തവ സമൂഹത്തെ അല്ലാതെ ആരെയാണ് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്? അവർ തന്നെ, അവരെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഉദ്ധരിക്കുന്നു. രണ്ട് ഘടകങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായി ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഒന്ന്, മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യവും പൈതൃകവും ചോദ്യം ചെയ്യുന്നകൊണ്ട് കടന്നു വരുന്ന കക്ഷികളുടെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജൂതന്മാരുടെ പ്രവർത്തനമുണ്ടാകും. അവരെ പിൻപറ്റിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുക. ജൂതന്മാരുടെ പ്രകടമായ മുഖമുദ്ര അവർ ഖുർആൻ അവരുടെ വേദഗ്രന്ഥത്തിലെ വാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതാണ്. ഈ രണ്ടും ലോക ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇസ്ലാമിന്റെ തനിയായ മാർഗത്തിൽ നിന്ന് തനതായ മാർഗത്തിൽ നിന്ന് പുറത്തുപോയി രംഗത്ത് വന്ന ഏതൊക്കെ കക്ഷികളുണ്ടോ അവരുടെ ഒക്കെ മുഖമുദ്രയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിൽ ആദ്യമായി പുതിയ വാദഗതികളുമായി രംഗത്ത് വന്ന മുജാഹിദ് പ്രസ്ഥാനമാണല്ലോ. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എത്ര ഗ്രൂപ്പാണെന്ന് അവർക്ക് പോലും അറിയില്ല. അവരെ ഉയർന്ന ആളുകൾക്ക് അറിയൂ. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര വിധം ഗ്രൂപ്പുകളായി ശിഥിലമായി പോയിരിക്കുകയാണ്. അതും പരസ്പര വിരുദ്ധ ചിന്തകളുമായി നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. പക്ഷെ കേരളത്തിൽ ഈ തർക്കത്തിന്, ഈ ഭിന്നിപ്പിന്, ഈ പ്രശ്നങ്ങൾക്ക് തുടക്കക്കാർ സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. ആരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ? നമ്മൾ ആരോപണം ഉന്നയിക്കേണ്ട വസ്തുതാപരമായ വിശകലനം മാത്രമാണ്. സത്യത്തിൽ ലോകതലത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സലഫി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു പണ്ഡിതനായിരുന്നു. പക്ഷെ കേരളത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി ബന്ധപ്പെടാൻ, അദ്ദേഹത്തിന്റെ ആശയവുമായി ബന്ധപ്പെടാൻ ഒരു സാഹചര്യവും മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങുന്ന കാലഘട്ടത്തിലില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എഴുതി വച്ച അവരുടെ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുന്ന ഒരു സത്യം അവരൊക്കെ എഴുതി വച്ചിരിക്കുന്നു. കേരളത്തിൽ ഈ പുതിയ ചിന്തകൾ കടന്നു വന്നത് ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിൽ നിന്ന് എങ്ങനെ ഈ ചിന്ത കടന്നു വന്നു? 1935 അന്തരിച്ച സയ്യിദ് റഷീദുള്ള എന്ന ഒരു പണ്ഡിതൻ പ്രസിദ്ധീകരിച്ചിരുന്ന, എഡിറ്റായി പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മനാർ എന്ന അറബി മാഗസിൻ ഉണ്ട്. ആ മാഗസിൻ കേരളത്തിലെത്തി. എത്താനുള്ള സാഹചര്യം അന്വേഷിച്ചപ്പോൾ വിവരമുള്ള ആളുകൾ പറഞ്ഞത്, അറബികൾ വ്യാപാര ആവശ്യാർത്ഥം അന്നേ നേരത്തെ വരുന്നത് പോലെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ വരാറുണ്ട്. വരുന്ന കൂട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് വന്ന ഒരു അറബിയുടെ കൈവശം മജത്ലത്തുൽ മനാറിന്റെ കോപ്പികൾ ഉണ്ടായിരുന്നു.
ഈ കോപ്പികളിൽ KM മൗലവിയും മറ്റും ആകൃഷ്ടനായി ഇത് വരുത്താനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിച്ച് കത്തിടപാട് നടത്തിയാണ് മജല്ലത്തുൽ മനാർ, അൽമനാർ അറബി മാസിക കേരളത്തിൽ വരാൻ തുടങ്ങിയത്. ഈ അൽമനാർ മാസികയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ പറയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സകലമാന പ്രസിദ്ധീകരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളൊക്കെ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സപ്ലിമെന്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ ആവർത്തിക്കുന്ന സത്യ. എന്ന് മാത്രമല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസികക്ക് പേരിട്ടത് അൽമനാർ മാസിക മലയാളത്തിൽ. ആ പേരിന്ന് കടമെടുത്താണ്. അത്രമാത്രം കടപ്പാട് ആ ആദർശവുമായി. എന്നാൽ ഈ റഷീദ് ആരാണ്? ഈ റഷീദയുടെ ഗുരുവര്യൻ മുഹമ്മദ് അബ്ദു ആരാണ്? ഈ മുഹമ്മദ് അബ്ദുവിന്റെ ഗുരുവരൻ ജമാലുദ്ദീൻ അഫ്ഗാനി ആരാണ്? ഈ 3 പണ്ഡിതന്മാരാണ് കേരളത്തിലെ ഈ നവോത്ഥാന സംരംഭങ്ങളുടെ പിതാക്കൾ, പണ്ഡിതത്രയങ്ങൾ എന്ന അഭിമാനപൂർവ്വം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മുഴുവനും എഴുതി പ്രസിദ്ധീകരിക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. നവോത്ഥാന നായകന്മാർ. കേരളത്തിൽ ഈ വെള്ളി വെളിച്ചം, ഈ നവോത്ഥാനം എത്തിച്ചേർന്നത് സത്യത്തിൽ ഈ 3 പണ്ഡിതന്മാർ ഈജിപ്തിൽ നിന്നാണ്. എന്നാൽ ഈ 3 പണ്ഡിതന്മാർ ആരാണ് നിങ്ങൾക്കറിയുമോ? ഈ 3 പണ്ഡിതന്മാർ ലോകത്തെ മുസ്ലിം സമൂഹം ഏകകണ്ഠമായി പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. ലോകത്ത് സലഫി പ്രസ്ഥാനം, ഈ മുജാഹിദ് അംഗീകരിക്കുന്ന യഥാർത്ഥ മുജാഹിദാണ് സലഫി പ്രസ്ഥാനം ലോകത്ത്. കേരളത്തിലെ മുജാഹിദല്ല. സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് മുഹമ്മദ് അബ്ദുൽ വഹാബ് രൂപം കൊടുത്ത ലോകത്ത് പല രാജ്യങ്ങളിലും ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്ന സലഫി പ്രസ്ഥാനം എന്നാണ് ഈ മുജാഹിദിന്റെ ആ മാതൃസംഘടന എന്ന് പറയുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറയുന്നു. ഈ 3 പണ്ഡിതന്മാർ ബ്രിട്ടന്റെ ചാരന്മാരായിരുന്നു. ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ വിലക്കെടുത്ത, ഇസ്രയേലിൽ ജൂതന്മാർ വിലക്കെടുത്ത, ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് വിലക്കെടുത്ത ചാരന്മാരായിരുന്നു എന്ന് സലഫി പ്രസ്ഥാനം പറയുന്നു. ലോകത്ത് അവരോട് കടപിടിക്കുന്ന മറ്റൊരു ബിദായി പ്രസ്ഥാനമാണ് ഇഖ്വാനികൾ. ഇഖ്വാനികളും ഇത് തന്നെ പറയുന്നു. അവർ ഇസ്ലാമിനെ തകർക്കാൻ നിയോഗിക്കപ്പെട്ട ചാരന്മാരാണ്. ലോകത്ത് സുന്നി പ്രസ്ഥാനവും പറയുന്നു ഈ 3 പണ്ഡിതന്മാർ റഷീദുല്ല, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി ഇസ്ലാമിനെ നശിപ്പിക്കാൻ പാശ്ചാത്യന് വിലക്കെടുത്ത ചാരന്മാരായിരുന്നു. പക്ഷെ ഇക്കാലം അത്രയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിരുന്നില്ല. പക്ഷെ പിളർന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനവും പറഞ്ഞു. ഇസ്ലാഹ് മാസിക പച്ചയായി എഴുതി നമ്മൾ ഈ ഹദീസ് ദുർവ്യാഖ്യാനം, ഹദീസ് നിഷേധം എന്ന പ്രവണത എവിടെ നിന്ന് കടന്നു വന്നു? നമ്മുടെ കൂട്ടത്തിനാണല്ലോ അബ്ദുസലാം സുല്ലമി ഉണ്ടായത്. ബുഖാരിന്റെ 70 ഹദീസാണ് ഇപ്പോൾ നിഷേധിച്ചു കഴിഞ്ഞു. നമ്മുടെ കൂട്ടത്തിനാണോ ചേകനൂർ മൗലവി ഉണ്ടായത്. ആൾ സ്വഹീഹുൽ ബുഖാരി മാത്രമല്ല പല ഹദീസും നിഷേധിച്ചു. ആൾ ഇസ്ലാമിക വൃത്തത്തിന് പുറത്തേക്ക് പോയി. നമ്മുടെ കൂട്ടത്തിനാണോ CN അഹമ്മദ് മൗലവി ഉണ്ടായത്. അയാളും നമ്മുടെ വൃത്തത്തിന് പുറത്തേക്ക് പോയി. നമ്മുടെ കൂട്ടത്തിന് ആളുകൾ ഇങ്ങനെ ഹദീസും ഖുർആനും നിഷേധിക്കുന്ന ഒരു പ്രവണത വരുന്നു? നമ്മുടെ കൂട്ടത്തിനാണല്ലോ ഈ ഖാദിയാനി പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ പോകുന്നു. എന്താണ് ഇതിന്റെ കാരണം? അവർ തന്നെ കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് ഹദീസ് നിഷേധത്തിന്റെ അടിവേര് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നുണ്ട്, അടിസ്ഥാനപരമായ കാരണം ഇസ്ലാമിനെ തകർക്കാൻ പാശ്ചാത്യ ലോബി, ജൂത ക്രൈസ്തവ സമൂഹം വിലക്കെടുത്ത, ഇസ്ലാമിനെ തകർക്കാൻ നിയോഗിച്ച ചാരന്മാരായിരുന്നു. കേരളത്തിൽ ദീനി നവോത്ഥാനത്തിന്റെ നായകരെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സയ്യിദ് റഷീദുള്ളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പത്രം നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ജൂതന്മാരായിരുന്നു എന്ന് നമ്മളല്ല അവരും സമ്മതിച്ചത് യാഥാർത്ഥ്യം. വസ്തുതാപരമായ പരമാർത്ഥമാണ് സഹോദരന്മാരെ. ഒരാൾക്കും നിഷേധിക്കാനാകാത്ത സത്യം, ആർക്കും മറച്ചു വെക്കാനാകാത്ത സത്യം. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. സത്യത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്ത് പ്രസ്ഥാനമൊക്കെ ഖുർആൻ സുന്നത്ത് എന്നൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹത്തിൽ അവരുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്തെ നവോത്ഥാനമൊക്കെ വെറും വർത്താനം പറയാം. വിദ്യാഭ്യാസ രംഗത്ത് മുജാഹിദ് എവിടെ കിടക്കുന്നു, ജമാഅത്ത് എവിടെ കിടക്കുന്നു, സുന്നി എവിടെ കിടക്കുന്നു? എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് കോളേജുകൾ? എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമിക് സ്ഥാപനങ്ങൾ? നിങ്ങൾ ചിന്തിക്കും, ഭൗതിക സ്ഥാപനങ്ങൾ എവിടെ? മതരംഗത്ത് നമ്മളാണ് മുന്നിലുള്ള കാര്യത്തിൽ അവർ ആരും തർക്കിക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചു വളർന്ന ഈ യുവ പണ്ഡിത സുഹൃത്തുക്കൾ, വലിയ ആലിമികൾ വേണ്ട, അതിൽ ഒരാളോട് കിടപിടിക്കുന്ന പണ്ഡിതന്മാർ പോലും അപ്പുറത്തൊന്നുമില്ല. ഇല്ലാന്നുള്ള സത്യമാണ്, അവർ പോലും സമ്മതിക്കുന്ന സത്യമാണ്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവോത്ഥാനം ഉണ്ടാക്കിയല്ല. എന്ത് നവോത്ഥാനം? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏതാനും അഫ്ളുലമ കോളേജുകൾ ഉണ്ടാക്കിയെന്നല്ലാതെ എന്ത് വിദ്യാഭ്യാസ മാറ്റങ്ങളാണ്, വിപ്ലവങ്ങൾ അവർ കാഴ്ചവെച്ചത്?
ഞാൻ നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ച്, എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചോ ആധുനിക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. നമ്മൾ ഏറ്റവും പുതിയതായി ഭൗതിക രംഗത്ത് ഒരു ഇത്തിരി പിന്നിലാണെന്ന് കേട്ടപ്പോൾ എന്താണ് നമ്മുടെ സംഘടനാ സംവിധാനം? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനനത്വം മുൻകൈ എടുത്തുകൊണ്ട് ഹുദവി സിലബസിന് രൂപം കൊടുത്തു, വാഫി സിലബസിന് രൂപം കൊടുത്തു, ജാമിയ, നന്ദി, ദാറുസാം പോലുള്ള സ്ഥാപനങ്ങളുടെ ജൂനിയർ കോളേജുകൾക്ക് രൂപം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തരത്തിലുള്ള 150-ൽ പരം കോളേജുകളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതിഭകൾ അവർ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മൊത്തം മികച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുവെന്ന് മാത്രമല്ല, ഗൾഫിലെ ഏത് രാജ്യത്ത് പോയി നോക്കിയാലും അവിടുത്തെ മത, സാംസ്കാരിക, സാമൂഹ്യ സംഘടന മുന്നിൽ പോലും നിൽക്കുന്നത് ഈ പുതിയ സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാസമ്പന്നരായ യുവ തലമുറയാണ്. എന്നല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി ഏത് എക്സാം വന്നാലും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, 1ഉം 2ഉം 3ഉം റാങ്കുകാർ ഈ പറയുന്ന ഹുദവിമാരോ വാഫിമാരോ തത്തുല്യരോ ഫൈസിമാരോ. എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്! മൊത്തം ഭൗതിക രംഗത്ത് വെറും വമ്പിച്ച മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് വിപ്ലവാത്മകമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഭൗതിക രംഗത്ത് മാത്രമല്ല മതരംഗത്ത് നല്ല പാണ്ഡിത്യം കൊടുത്തിട്ടാണ് ഈ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന്റെ സൽഫലം ഇന്ന് സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടാക്കി തീർത്ത ഒരു പ്രത്യേകത എന്താണ്? കേരളത്തിൽ ഹുർമത്ത് നശിപ്പിച്ചു, ആദരവ് നശിപ്പിച്ചു, ബഹുമാനം നശിപ്പിച്ചു. ഇതല്ലേ ഇപ്പൊ നമ്മുടെ ഈ സദസ്സ്? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഒരു ആദരവുണ്ട്. ആലിക്കുട്ടി മുസ്ലിയാർ വന്നു, ഉസ്താദിനോട് ഒരു ആദരവുണ്ട്. നമുക്ക് കോഴിക്കോട് കാലിവിടെ വന്നു, നമ്മുടെ മനസ്സിലൊരു ആദരവുണ്ട്, ഭവ്യതയുണ്ട്. നമ്മൾ കൈ കൊടുക്കാൻ ശ്രമിക്കും, കൈപിടിച്ച് മുത്താൻ ശ്രമിക്കും, ദുആ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും, ആ സദസ്സിൽ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ ശ്രമിക്കും. ഈ പുതിയ അഭിനവ ഈ കക്ഷികളെ നിങ്ങൾ ഓരോന്നും എടുത്തു നോക്കി. മര്യാദക്ക് പ്രാർത്ഥന നടത്തുമ്പോൾ പ്രാർത്ഥന കയ്യോർത്താൻ പോലും തയ്യാറാവില്ല. പാണക്കാട് തങ്ങന്മാരൊരു പക്ഷെ അവരുടെ നേതാക്കന്മാരായിരിക്കും. തങ്ങന്മാരെ മുന്നിൽ ചെന്നാൽ ഒരു പ്രാർത്ഥന വേണ്ടി വന്നാൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അങ്ങനെ നോക്കും. പ്രാർത്ഥിച്ചോ വെച്ചാൽ പ്രാർത്ഥിക്കുക, കയ്യോർത്തി ഇല്ലേ വെച്ചാൽ ഇല്ല, അങ്ങനെ ഒപ്പിച്ചു പോകും. ഒരു മഹാന്മാരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോലും തയ്യാറില്ലാത്ത വിഭാഗം. മഹാന്മാരെ, ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ സന്ദർശിക്കൽ, ദുആ ചെയ്യിപ്പിക്കൽ പുണ്യമാണെന്ന കാര്യം സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെ ഹദീസ് പറയുന്നതല്ല. കേരളത്തിൽ ഒറ്റ മുജാഹിദിന്റെ ഒരു പ്രവർത്തകനെപ്പെട്ട ഒരു മൗലവി, ഒരു ജമാഅത്തുകാരൻ പ്രവർത്തകനെപ്പെട്ട ഒരു മൗലവി ഏതെങ്കിലും ഒരു നല്ല സ്വാലിഹായ മനുഷ്യനെ കണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? മരിച്ചവരോട് കിടക്കട്ടെ, ആ പാരമ്പര്യം നശിപ്പിച്ച് കിടന്നില്ലേ? മഹാന്മാരായ ആളുകൾ പരക്കത്തിനെ നിഷേധിച്ചു മാത്രമല്ല, അങ്ങനെ സിയാറത്ത് തന്നെ നിഷേധിച്ചു. മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര പോകാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ആളുകൾ സ്വന്തം നാട്ടിലുള്ള സ്വന്തക്കാരെ ഖബറുകൾ പോലും സിയാറത്ത് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങി. ഇതല്ലേ അനുഭവ സത്യം? മുജാഹിദിന്റെ പുസ്തകം നോക്കിയാൽ, ജമാഅത്തിന്റെ ആദർശം നോക്കിയാൽ നാട്ടിലുള്ള സ്വന്തക്കാരെ ഖബർ സിയാറത്തിന് വിലക്കില്ല, അത് സുന്നത്താണ്. പക്ഷെ ഒഴിവാക്കിയല്ലോ. കാരണം ഞാനത് ദൃക്സാക്ഷിയാണ്. ഫറൂഖ് റഹ്മത്തുള്ളാഹി അറബിക് കോളേജിൽ ഞാൻ 2 കൊല്ലം പഠിച്ചിട്ടുണ്ട്, PG കോഴ്സിൽ. ആ ഫാറൂഖ് കോളേജ് ക്യാമ്പസിന്റെ മൊത്തം സ്ഥാപകനാണ് മൗലവി അബുസബ അഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ ഖബർ മാത്രമാണ് ആ കോമ്പൗണ്ടിലുള്ളത്. ഇന്ന് നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. പള്ളിയുടെ മുൻവശത്ത് ഒറ്റ ഖബറുണ്ട്. ആ അറബിക് കോളേജിൽ മാത്രം പഠിക്കുന്ന ഫാറൂഖ് കോളേജും ഫാറൂഖ് ബി എഡ് കോളേജും ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഫാറൂഖ് റഹ്മത്തുള്ളാഹി അറബിക് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ മാത്രം അവർ 50,000 60,000 രൂപയാണ് പ്രതിമാസം ശമ്പളം വാങ്ങുന്നത്. ഈ മൗലവി സ്ഥാപിച്ച സ്ഥാപനത്തെ കൊണ്ടല്ലേ ആഖിറയുടെ നിൽക്കട്ടെ ദുനിയാവിൽ സൗകര്യമൊക്കെ അനുഭവിക്കുന്നത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലീഡർമാർ ഏറെക്കുറെ മുഴുവൻ അവിടെ പഠിപ്പിച്ചവരാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 5 നേരം ഈ പള്ളിയിലേക്കാണ് നിസ്കരിക്കാൻ വരുന്നത്, ഈ ഖബറിന്റെ മുന്നിലൂടെയാണ്. അവിടെ വരുന്ന സകലമാന മക്കളും ഉസ്താദുമാരും ആ ഖബറിന്റെ മുന്നിലൂടെയാണ് സ്ഥാപനത്തിലേക്ക് വരുന്ന ദിനേന വന്നു പോകുന്നത്. ഒരു ഫാത്തിഹോദി സിയാറത്ത് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഖബറിന്റെ നേരെ തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക യാ അഖീ വഇന്നാ ഇൻഷാ അല്ലാഹു സലാം പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു പഠിച്ചവരെ പുറത്തു കൊടുക്കി. 2 കൊല്ലം എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ ജീവിച്ചിരിക്കുന്ന നമ്മളും ജീവിച്ചിരിക്കുന്നവരാണല്ലോ. ഒരാള് പോലും ഖബർ സിയാറത്ത് യാത്ര പോകാൻ പാടില്ല അതിനെ പഠിപ്പിക്കുന്നത്. ഈ മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ ഈ സ്ഥാപന സമുച്ചയങ്ങളുടെ ശില്പിക്ക് വേണ്ടി ജസ്റ്റ് അങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഇസ്ലാമിൽ തറക്കരാറുണ്ടെന്ന് അവർ പറയുന്നില്ലല്ലോ.
ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. മാത്രമല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ മാത്രം ഒരു അപരിചിതനെ അവിടെ കണ്ടുമുട്ടി. തോളൊരു ടർക്കിയൊക്കെ ഇട്ട് വന്നിട്ട് സലാം അത് ദ്വാ ചെയ്യുന്നുണ്ടവിടെ സിയാർത്ത് ചെയ്തിട്ട്. അപ്പൊ ഞാൻ മാറി നിന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോ ഞാൻ സലാം പറഞ്ഞ് പരിചയപ്പെട്ടു. അല്ല നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പാലക്കാട്ട് വരികയാണെന്നു. ഇവിടെ വന്നാണോ ചോദിച്ചു. അല്ല കോഴിക്കോട് പോകുന്ന വഴിക്കൂടെ ഇറങ്ങിയതാണ് അമ്മു. അല്ല ഒന്നും വിചാരിക്കുക, ഞാൻ സംശയം ചോദിക്കട്ടെ ചോദിച്ചു. എന്താ കുട്ടി ചോദിച്ചു. അല്ല നിങ്ങളിപ്പോ ഈ മുജാഹിദ് ജമാഅത്ത് സുന്നി പല പാർട്ടികൾ നമ്മളെ ഇടയിൽ നിങ്ങൾ ഏതിന്റെ ആളാ ചോദിച്ചു. ഞാൻ കുട്ടിയെ സുന്നിയാണ് പറഞ്ഞു. അപ്പൊ നിങ്ങളിങ്ങനെ ഇവിടെ വന്നു ചോദിച്ചു. അബുസബാൻ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ആ ബന്ധത്തിൽ വന്നാ പോകും സിയാർത്ത്. ആ മൂപ്പര് സുന്നിയ. ഒരു മുജാഹിദ് പഴച്ചിട്ടെങ്കിലും സിയാറത്തിന്റെ പരിപാടി ആദരവ്, മഹാന്മാരോട് പൂർവീകരോടുള്ള ആദരവിന്റെ ആ ഹുർമത്തിന്റെ ആ ഭാഗം തന്നെ ഛേദിച്ചു കിടന്നു. അടിസ്ഥാനപരമായി ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്റെ മനസ്സിന്ന് പോകാത്തൊരു ചിത്രം. തിരൂരങ്ങാടി, ചമ്മാന തിരൂരങ്ങാടി ഒരു ഇതുപോലുള്ള ഒരു ആദർശ പ്രഭാഷണത്തിൽ പോയി. സ്വാഗതം പറയുന്ന ആള് കുറച്ച് വയസ്സുകളെ 10-65 വയസ്സുണ്ട്. പക്ഷെ കത്തിപ്പടർന്ന് മുജാഹിദിനെ കുറ്റപ്പെടുത്തിയ പ്രസംഗിക്കുന്നത്. പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. നിങ്ങൾ ആരാണ് ചോദിച്ചു. അപ്പൊ ഇവര് പരിചയപ്പെടുത്തി മുജാഹിദ് എന്ന് വന്ന ആളാണ്. മൂപ്പര് അറിയില്ല ചോദിച്ചില്ല. നമ്മുടെ മുജാഹിദ് സ്ഥാപകനായ KM മൗലവിന്റെ മകളെ കുട്ടിയാണെന്നാ പറഞ്ഞു ഓർമ്മ. ഏതായാലും ആ പരമ്പരയിൽപ്പെട്ട കുട്ടിയാണ്. ആ മൂപ്പരെങ്ങനെ സുന്നിക്കുന്നു അതിന്റെ പശ്ചാത്തലം കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, KM മൗലവിന്റെ ഖബർ അവിടെയെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏകദേശം ആ മക്ബറിന്റെ മുന്നിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ KM മൗലവിന്റെ ഖബർ ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചു മൂപ്പരോട്. മകനാണുള്ളത്. മൂപ്പറുടെ കുട്ടിയെ അതന്നല്ല ഞാൻ സുന്നിയായത്, ആ ഖബർ എവിടെ ഞങ്ങൾക്ക് അറിയില്ല. പുറത്തു നിന്ന് ആൾക്കാർ സിയാർത്തവരുടെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മളൊക്കെ മുശ്രിക്കായപ്പോ 14 നൂറ്റാണ്ട് കാലത്തെ കേരളീയ മുസ്ലിം സമൂഹം മൊത്തം അന്ധവിശ്വാസത്തിലും ശിർക്കിലും കുഫറിലും ആണ്ടുപോയപ്പോൾ അവരെ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കാൻ നവോത്ഥാന സംരംഭവുമായി കടന്നു വന്ന കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചാലക ശക്തി KM മൗലവി. അയാളെ ഖബർ എവിടെയാണ്? ആ അപ്പക്കാട്ടിന്റെ ഉള്ളിലാണ്. ആയതാണ് ഖബർ തിരിച്ചറിയില്ല അവർക്ക്. നിങ്ങൾ ഓർത്തു നോക്കി, ഖബർ സിയാറത്തിന് വേണ്ടി വരണ്ട. ഈ ശീതീകരിച്ച കാറുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലവന്മാർ അറബിപ്പണത്തിന്റെ പിൻബലത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ റബ്ബറൈസ്ഡ് റോഡിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇതാ ഇവിടെ നിന്ന് വണ്ടി നിർത്തട്ടെ, KM മൗലവി ഞങ്ങൾ നേതാവിന്റെ ഖബറാണ്, അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് സിയാറത്തിന് സുന്നത്താണിട്ട്. വല്ലപ്പോഴും ഒരാളെങ്കിലും ഇടക്കൊക്കെ ഇറങ്ങി സിയാർത്ത് ചെയ്തെങ്കിൽ KM മൗലവിന്റെ ഖബർ എവിടെയും തിരിച്ചറിയില്ലല്ലോ. എന്തേ പ്രശ്നം? ആദരവിന്റെ മാർഗം, ഹുർമത്തിന്റെ ഭാഗം പൂർണ്ണമായും വെട്ടിക്കളഞ്ഞ് ഇസ്ലാമിനെ നശിക്കാനുള്ള അടിസ്ഥാനപരമായ നീക്കത്തിന് ഈ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ചട്ടുകമായി കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു എന്നതാണ് വസ്തുത. അവർ തൗഹീദിന് വമ്പിച്ച പ്രാധാന്യം കൽപ്പിച്ചു. തൗഹീദിന് പ്രാധാന്യം കൽപ്പിക്കും നമ്മൾ എതിരില്ല. ഇനിൽ ഹുക്മു ഇല്ലാതില്ല, വിധി കൽപ്പിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രം എന്ന് പറഞ്ഞപ്പോൾ ആ ഖുർആന്റെ ആയത്ത് നമ്മൾ എതിരല്ല. പക്ഷേ കലിമത്തു ഹഖ്ഇൻ ഉരീദ ബിഹിൽ ബാത്തിൽ, സ്വഹാബിവരന്മാർ പറഞ്ഞ വാക്ക് സത്യമാണ്, പക്ഷെ ഉദ്ദേശിക്കപ്പെട്ടത് അസത്യമാണ്. ഇതുപോലെയാണ് വിശുദ്ധമായ തൗഹീദിന് പ്രാധാന്യം കൽപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ ആദർശം, ആശയം എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ ആസ്തിക്യം അത് ശിർക്ക് അനുവദിക്കുന്ന പ്രശ്നമില്ലാന്ന് നമ്മളെ പേടിപ്പിച്ചു. അത് പറയുമ്പോൾ പറഞ്ഞൊരു വാചകണ്ട്, ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ ലയഹബതന്ന അമലുക, നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും, നിഷ്ഫലമാവുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞിട്ട് തവസ്സുലിനെ നിഷേധിച്ചു, ഇത് പറഞ്ഞിട്ട് തബറുക്കനെ നിഷേധിച്ചു, ഇത് പറഞ്ഞിട്ട് ഇസ്തിഹാസയെ നിഷേധിച്ചു. മഹാന്മാർ അടുക്കാൻ പാടില്ല. തവസ്സുലത മഹാന്മാരുമായുള്ള കണക്ഷനല്ലേ? തബറുക്കറ മഹാന്മാരുമായുള്ള ബന്ധമല്ലേ? ഇസ്തിഹാസ മഹാത്മാക്കളുമായുള്ള ബന്ധമല്ലേ? ആ ബന്ധം ഒരു സത്യമാണല്ലോ. അവർ വഴി സഹായം കിട്ടുമെന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണല്ലോ. പക്ഷേ മഹാത്മാക്കളുമായുള്ള ആദരവിന്റെ ആ ബന്ധം വിച്ഛേദിക്കാനുള്ള ഒരു മൂല കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചന. പക്ഷേ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു കാര്യമല്ല. അല്ലാഹു അല്ല ദൈവം ഈ പ്രപഞ്ചത്തിന് പിന്നില്ലാതെ പ്രവർത്തിക്കുന്ന എത്രയോ ഹിന്ദു സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്കറിയാം, പുല്ലങ്കോട് ഹൈസ്കൂൾ പഠിപ്പിക്കുമ്പോൾ എന്റെ സുകുമാരൻ മാഷ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ അറിയില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാഷായിരുന്നു. അങ്ങനത്തെ ഒരുപാട് മാഷമാർ നമ്മോട് പറയാറുണ്ട് ക്ലാസ്സിന് പോലും, ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു ശക്തിയുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മുസ്ലിം ആകൂല.
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതനാണ്, സന്ദേശവാഹകനാണെന്ന സത്യം കൂടി അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ പ്രധാനമാണ്, തുല്യ പ്രാധാന്യമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതനാണെന്ന് അംഗീകരിക്കൽ. അത് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കണം. മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്, സാധാരണക്കാരന്റെ ദൂതനല്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ദൂതനായി, റസൂലായി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സന്ദർശിക്കാവുന്ന ആൾക്ക് വമ്പിച്ച ആദരവ് കൽപ്പിക്കപ്പെടും, അല്ലേ? കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ദൂതനാണ്. ആ ആൾക്ക് വലിയ ഗൗരവമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദൂതനാണ്, പറഞ്ഞയച്ചു, ഒരു ആക്സിഡന്റ് വന്നു അവിടെ സന്ദർശിക്കാൻ, ആ ദൂതന് വലിയ വമ്പിച്ച പ്രാധാന്യമുണ്ട്. ഇത് മുഹമ്മദ് റസൂലുള്ളയാണ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കണം. അള്ളാന്റെ റസൂലാണ്, അള്ളാന്റെ ദൂതനാണ്, മനസ്സിലായിക്കോ. അള്ളാന്റെ ദൂതൻ, സാധാരണക്കാരന്റെ ദൂതനല്ല. ആ ആദരവ് പ്രവാചക തിരുമേനിക്ക് കൽപ്പിച്ചിട്ടില്ലെങ്കിൽ, ആ പ്രവാചകനും ആ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് തന്നെ സംഭവിക്കും. സർവ്വ അമലും പൊളിഞ്ഞു പോകും. അള്ളാഹുവിന്റെ തൗഹീദിനെതിരെ ഒരാൾ ശിർക്കുകാരനായാൽ, ഒരാൾ മുശ്രിക്കായി പ്രവർത്തിച്ചാൽ ലയഹബത്തന്ന അമലുക്ക്, അവന്റെ അമല് മുഴുവൻ പൊളിഞ്ഞു പോകുന്നു വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം അംഗീകരിക്കാതിരുന്നാലോ? ഇതുപോലെ വിശുദ്ധ ഖുർആൻ പച്ചയായി പറയുന്നു. സൂറത്തുൽ ഹുജറാത്തിൽ 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. അല്ലയോ മുഅ്മിനുകളെ, പ്രവാചകരുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. എന്താണ് ആ വാക്ക്? അള്ളാന്റെ റസൂലിനേക്കാൾ ഒരു കാരണവശാലും നിങ്ങൾ ശബ്ദം ഉയരാൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. തമ്മിൽ സംസാരിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോട് ഉറക്കെ പറയാൻ പാടില്ല. അള്ളാന്റെ റസൂലുടെ ഖബറിൽ കിടക്കുന്നത് ഇവിടുന്ന് ഉറക്കെ പറയാൻ പാടില്ല. എന്താണ് റസൂലുള്ളാന്റെ ആദരവിന് ലംഘിച്ചാൽ? അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശൂറൂൻ. അമല് പൊളിഞ്ഞു പോകും. ഒരാൾ മുശ്രിക്കായാൽ എന്താണ് സംഭവിക്കുക? തൗഹീദിന് എതിർ പ്രവർത്തിച്ചാൽ അമല് പൊളിഞ്ഞു പോകും. അള്ളാന്റെ റസൂലിന് അർഹിക്കുന്ന ആദരവ് കൊടുക്കാതെ പോയാൽ എന്താ? അൻ തഹബത അഅമാലുകും, അമല് പൊളിഞ്ഞു പോകും. രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അള്ളാന്റെ റസൂലിന്റെ ഹുർമത്ത്, ആ റസൂലുള്ളാന്റെ ഹുർമത്ത് അംഗീകരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പൂർണ്ണമായി പിൻപറ്റിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവരുടെ ഹുർമത്തിനെ, ആദരവിനെ അംഗീകരിക്കൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ഹുർമത്തിന്റെ നിഷേധത്തിന്റെ ഭാഗമായി ഇവർ പഠിപ്പിക്കുന്നില്ലേ, പറയുന്നില്ലേ, അള്ളാന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച് ഹജ്ജിനോ ഉംറക്കോ മക്കത്ത് പോയ ആൾക്കാർ മദീനയിൽ പോകാൻ പോലും പാടില്ല, ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന കൂട്ടരാണ് ഇവർ. എത്ര ഗൗരവമുള്ള വാക്കാ. ഞാനൊക്കെ ചെറുപ്പത്തിൽ CH മുഹമ്മദ് കോയ, മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹം എഴുതിയൊരു പുസ്തകം വായിച്ചു, ഇന്നിന്റെ മനസ്സിൽ നിന്ന് പോകൂല എന്റെ ഹജ്ജ് യാത്ര. അദ്ദേഹം അതിൽ എഴുതി വെച്ചു, വികാര തരളിതനായി താൻ ഹജ്ജിന് പോയതും ഹജ്ജിലെ അനുഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച ശേഷം പിന്നെ ഞാൻ മദീനയിലേക്ക് യാത്ര തിരിച്ചു. എന്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, മദീനയിലേക്ക് പ്രവാചക തിരുമേനിയെ സന്ദർശിക്കാൻ വേണ്ടി യാത്ര പോകൽ നിഷിദ്ധമാണ് എന്ന്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യത്തിന്റെ അധിപതിയായ, രാജകീയമായി ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുത്ത അതിന്റെ ശില്പി, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഖബർ മദീനയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ റസൂലുള്ളാഹിനെ സന്ദർശിക്കാതെ എനിക്ക് എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കും? ഞാൻ അങ്ങോട്ട് പോയി എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. നോക്ക് നിങ്ങൾ, മക്ക വിട്ട് മദീനയിലേക്ക് അള്ളാന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ, സന്ദർശിക്കാനുള്ള വിചാരത്തോടുകൂടി പോകാൻ പോലും പാടില്ലെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രവർത്തകന് മക്കത്തെത്തിയാൽ മദീനയിൽ പോകാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്താണോ? പിന്നെ മസ്ജിദുൻ നബവിയെ ഉദ്ദേശിച്ചാ പോവുക. മസ്ജിദുൻ നബവിക്ക് പ്രത്യേകതയുണ്ട്, ശരി. മസ്ജിദുൽ ഹറാം മക്കത്ത് അതിനും പ്രത്യേകതയുണ്ട്. മസ്ജിദുൽ അഖ്സ ജെറൂസലമിലെ ഇന്നത്തെ ഇസ്രായേൽ അതിനും പ്രത്യേകതയുണ്ട്. പക്ഷെ ഈ 3 പള്ളികളിൽ ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുക നിസ്കരിച്ചാൽ മക്കത്തെ മസ്ജിദുൽ ഹറാമില. അപ്പൊ ആ കൂടുതൽ പുണ്യമുള്ള മക്കയിലെ മസ്ജിദുൽ ഹറാം വിട്ട് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പോകൽ അശാസ്ത്രീയമാണ്, ബുദ്ധിശൂന്യമാണ്. പോകുന്ന ആൾക്ക് ഒരേ ഒരു ന്യായമേ പറയാനുള്ളൂ, എന്റെ കരളിന്റെ കഷ്ടമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹബീബിനെ സന്ദർശിക്കാൻ. ആ നിയ്യത്തിൽ പോകാൻ പോലും അനുവദിക്കാത്തൊരു വിഭാഗം, സ്നേഹം, ആദരവ്, അത് പൂർണ്ണമായും നിഷേധിച്ചൊരു വിഭാഗം. യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിൽ? മഹാന്മാരുള്ള ആദരവ് മനസ്സിൽ നിന്ന് പിച്ചു ചീന്തി എറിഞ്ഞാൽ ഇസ്ലാമിനെ പെട്ടെന്ന് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് ഈ പറയുന്ന പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ. തീർച്ചയായും കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അവർ പോലും അവകാശപ്പെടുന്നത്
ഈ റഷീദ് റിള, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന ജൂതന്മാരുടെ ചാരന്മാരായ ഈ പണ്ഡിത ത്രയങ്ങളാണെങ്കിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത പരമാർത്ഥ. ഈ 3 പണ്ഡിതന്മാരെ കുറിച്ച് ചരിത്രം പറയുന്നു. അവർ ലോക രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ലോകത്ത് അറിയപ്പെട്ട ആളുകളല്ലേ. പാരീസിൽ പോയിട്ടുണ്ട്, ലണ്ടനിൽ പോയിട്ടുണ്ട്, ലോകത്തെ എല്ലാ നഗരങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ വലം യസുറു മക്കത്ത, വിശുദ്ധ മക്കയും മദീനയും ഒരിക്കൽ പോലും സന്ദർശിക്കാത്ത ആളുകളാണ്. ഹജ്ജ് ഉംറ ആ പരിപാടിയില്ല. കാരണം അവർ ചാരന്മാരാ. ഈ ചാരന്മാരുടെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബിദ്അഈ പ്രസ്ഥാനം. നമ്മൾ വെറും ദുരാരോപണം ഉന്നയിക്കുകയല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്ത് പറയുന്നത് സമസ്തക്ക് ഒരു പുതിയ ആശയം പറയുന്നില്ല. സമസ്തയോട് മസല ചോദിച്ചു നോക്കി, കിതാബ് നോക്കിയിട്ട് പറയാം, മുജാഹിദിന്റെ മാതിരിയല്ല. ആ കിതാബ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്ത് വിശദീകരിച്ച് ക്രോഡീകരിച്ച് വെച്ച ഷാഫി മദ്ഹബിന്റെ കിതാബുകളാണ്. 14 നൂറ്റാണ്ട് കാലമായി പാരമ്പര്യമായി തുടർന്നു വരുന്ന ആ മസ്അലകൾ, അത് തനിയാവർത്തനം. പുതിയൊരു മസ്അല നമുക്ക് പറയാനില്ല. പുതിയൊരു വിശ്വാസപരമായ കാര്യം അവതരിപ്പിക്കാനുള്ള അബുൽ ഹസൻ അശ്അരി, അബൂ മുസ്ലിം മാതുരിദി, ആ സലഫു സ്വാലിഹീങ്ങളുടെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ആ അഖീദയുടെ വിശദീകരണങ്ങളല്ലാതെ സ്വന്തമായി നമുക്ക് പുതിയ വ്യാഖ്യാനം അഖീദയിൽ നൽകാനില്ല. ആ സംശുദ്ധമായ മാർഗം, ആ വിശുദ്ധമായ മാർഗത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധാരണക്കാർ സ്ഥാപിച്ചതല്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി, മുല്ലക്കോയ തങ്ങളെ പോലുള്ള അന്നത്തെ പണ്ഡിതന്മാർ, അവർക്ക് ദുആക്ക് ഇജാബത്തുള്ള മഹാന്മാരായിരുന്നു. അവരാ സമസ്ത സ്ഥാപിച്ചത്. ആ ബറക്കത്ത് കൊണ്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ കൊണ്ട് നമ്മളെക്കാൾ കിടപിടിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന എത്രയോ കക്ഷികൾ ഈ മതരംഗത്ത് കേരളത്തിലുണ്ട്. എന്തേ വിജയിപ്പിക്കാൻ സാധിക്കാത്തത്? ഇതൊരു വലിയ മുന്നേറ്റമായ ഒരു പ്രവാഹമായി സമസ്തയും ഘടകങ്ങളും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പത്രമില്ലാന്ന് പറഞ്ഞു, അപ്പോഴേക്ക് ചർച്ചയായി മുഷാവറ, പത്രം തുടങ്ങാനുള്ള പച്ചക്കൊടി കാണിച്ചു. ഇതാ ഈ ഓഗസ്റ്റ് 1 സുപ്രഭാതം ദിനപത്രം ഒരു പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള പത്രമായി പുറത്തിറങ്ങാൻ പോവുകയാണ്. വമ്പിച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനം ഭംഗിയായി തുടർന്നുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ 100 വട്ടം റബ്ബിന് ശുക്ർ ചെയ്യാം. അന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാദവി തങ്ങൾ ദുആ ചെയ്തു വെച്ച ആ ദുആയിൽ ഒരു മണിക്കൂറിൽ നേരെ പ്രാർത്ഥിച്ചു എന്ന് അവർ ഇത് തുടക്കം കുറിക്കുമ്പോൾ നമുക്കൊക്കെ തീർച്ചയായും പ്രാർത്ഥിച്ചിരിക്കണം. വലിയ ഭാഗ്യവാന്മാരാ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ഈ മാർഗത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ആ സംവിധാനത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അത് വിജയിക്കില്ലെന്നതിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് ഏറ്റവും അവസാനം കാന്തപുരം ഗ്രൂപ്പിന്റെ ദയനീയമായ പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. കാന്തപുരം ഗ്രൂപ്പ് സമസ്തയെ തകർക്കാൻ എന്തൊക്കെ ശക്തികളുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിന്റെ പണത്തിന്റെ ചാക്കുകളുണ്ട്. ഈ പണത്തിന്റെ സ്രോതസ്സുകൾ ഏതാ ഇനിയും കണ്ടെത്തേണ്ടതാണ്. അറബി പണം മാത്രമല്ല, അദ്ദേഹത്തെക്കാളും സമർത്ഥരായ ആളുകൾ നമ്മുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അറബ് നാടുകൾ ബന്ധപ്പെടാറുണ്ട്. അതൊക്കെ ലിമിറ്റ് ഉണ്ട്. ആ പണത്തിന്റെ സ്രോതസ്സുകളൊക്കെ പിൽക്കാലത്ത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ സ്വാധീനം മാറി മാറി രാഷ്ട്രീയ കക്ഷികളെ പിടിച്ചു നോക്കി. CPM-നെ പിടിച്ചു നോക്കി കുറെ കാലം. CPM-നെ പിടിച്ചു നോക്കുക. CPM-ന് മനസ്സിലായി ഇത് ആള് തരികയാണ്. വിചാരിച്ച ആളല്ല, നമ്മളാ വിചാരിച്ച വോട്ടൂല. ആത്മാർത്ഥത ഇദ്ദേഹത്തിൽ, അദ്ദേഹം തനിക്ക് അപടനാണ്. സഖാവ് TK ഹംസയായിരുന്നു CPM-നും കാന്തപുരത്തിനും ഇടയിലുള്ള പാലം. TK ഹംസ അദ്ദേഹം തറവാടോട് കാളികാവ് കൂരാട് ഒരു ദിവസം നാട്ടിൽ തറവാട്ട് വീട്ടിൽ വന്നപ്പോൾ അവിടെ പള്ളിയെ ഖത്തീബ് നമ്മുടെ പ്രവർത്തകൻ ഫൈസിയ, രണ്ടുപേരും ഉച്ചക്ക് ചോറ് കഴിക്കാൻ തറവാട് വീട്ടിലായി. അപ്പൊ ഇങ്ങനെ സംസാരം മുന്നോട്ട് പോയപ്പോ TK ഹംസ പറഞ്ഞു, മുസ്ലിയാർ നിങ്ങളൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ കാന്തപുരത്തിന്റെ ആളല്ലേ ചോദിച്ചു. അല്ല, നിങ്ങൾ എന്റെ ആളല്ലേ? എന്നാ മുസ്ലിയാരെ, ഞാനങ്ങനെ വിചാരിച്ചു, ഞാൻ എന്റെ ആളെ ഇങ്ങനെ നടന്നിരുന്നു. ആ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു വേറെ പദപ്രയോഗത്തെ അയാളെ ജീവിതത്തിൽ ഒരു കാലവും ഞാൻ വിശ്വസിക്കില്ല. ആള് തനിക്ക് അപടന. നിങ്ങൾ വിക്കാളും കൂടെ എനിക്കറിയാം, കൂടെ കിടന്ന ആൾക്ക് രാപ്പനി അറിയൂ. ഞാൻ മഞ്ചേരി കാര്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കാം. എന്നോട് കാന്തപുരം പറഞ്ഞ ഉസ്താദെ, പിന്നെ ഹംസാക്ക, നിങ്ങൾ മർക്കസിൽ ഒന്ന് വരണം, നമുക്കൊന്ന് എത്തിയും കുട്ടികളെയും കൂട്ടി ദ്വാരക്ക ഭയങ്കര ഇജാബത്തായിരിക്കും. ഞാൻ സത്യനേരം ഉപരി നമ്മളെ സ്വന്തം ആളല്ല വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞ മായത്തിലേക്ക് നല്ല ഭക്ഷണവും സദ്യയും കാര്യവും സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സർവ്വ കുട്ടികളെയും വിളിച്ചു കൂട്ടിയിട്ട് വമ്പിച്ച പ്രാർത്ഥന. ഞാനും പണ്ടൊക്കെ സംഗതി മാർജിച്ചാണെങ്കിലും എനിക്ക് ഇസ്ലാമിൽ വിശ്വാസം, ഇങ്ങനത്തെ ഒരു ദുആ നടന്ന സ്ഥിതിക്ക് ഞാൻ ജയിക്കാതിരിക്കൂല ഞാനും കരുതി. പക്ഷെ അങ്ങനെ ആ സമാധാനത്തിൽ പോരുമ്പോ പിന്നത്തെ ആഴ്ച എന്റെ എതിർ സ്ഥാനാർത്ഥിനെ ഞാൻ യാദൃശികമായി കണ്ടുമുട്ടിയത്. അപ്പൊ എന്നോട് ചോദിച്ചു, സ്ഥാനാർത്ഥി എന്തൊക്കെ ഹംസാക്ക വിശേഷങ്ങൾ ചോദിച്ചു. ഒക്കെ നല്ല തന്നെ സജീവമായി പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ മർക്കസ് പോയിരുന്നു എതിർ സ്ഥാനാർത്ഥി. എന്തേ ചോദിച്ചു.
ഇന്നെ നിങ്ങളെ കാന്തപുര ഉസ്താദ് വിളിച്ചുകൊണ്ടുപോയി പറഞ്ഞു, നിങ്ങളെ വിചാരിച്ചമാർ നിങ്ങളോട് വലിയ താല്പര്യമൊന്നുമല്ല തോന്നുന്നത്, നിങ്ങൾ ജയിക്കാൻ വേണ്ടി നമുക്ക് കുട്ടികളെ കുട്ടിയും ദ്വാരക്കാൻ ഭയങ്കര ഫലം ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഇപ്പൊ ഇന്ന ദിവസം പോയി ദ്വാ ചെയ്യിപ്പിച്ച് വരികയാണ്. സുബ്ഹാന ജല്ല ജലാലു, ഇതെന്ത് പരിപാടിയാണ്? ഒരേ സമയം ഞങ്ങൾ രണ്ടാളും കൂടെ എങ്ങനെ ജയിക്കുക? ഇതാണ് കാന്തപുരം തനി കപടനാണ് മൗലവി. ഇയാൾ പറയാണ് മൗലവി എന്ന് പറഞ്ഞിട്ട് ഇയാൾ വാചാനാണ്. ഒരു മുസ്ലിരെ അതൊന്നും അയാളെ കഥ വേറെയും കുറെ പ്രശ്നമുണ്ട്, നിങ്ങൾ പറയാൻ പറ്റൂല പരസ്യമായിട്ട്. ആ മനുഷ്യൻ സ്വർഗത്ത് കിടക്കുന്ന പ്രശ്നമല്ല. സാക്ക് പറയാണ്, ഈ അഥവാ സ്വർഗത്ത് കിടക്കുകയാണെങ്കിൽ തന്നെ ഞാനൊക്കെ സ്വർഗത്ത് കിടന്ന് കട്ടഞ്ഞാടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പര് നിന്നെ പാടിയൊക്കെ ഉണ്ടാവും. അല്ല, ആ വഴിക്കടുക്കാനൊന്നും സാധ്യതയില്ല. CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CPM തിരിച്ചറിഞ്ഞു മാത്രമല്ല, ഈ കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ബാക്കിലാ. മുസ്ലിം ലീഗ് ജയിക്കണ വരെ മൂപ്പര് മുസ്ലിം ലീഗിനെതിരാ. മുസ്ലിം ലീഗ് 24 സീറ്റ് മത്സരിച്ചു, 20 സീറ്റ് കിട്ടിയപ്പോ ഇത് വമ്പിച്ച മുന്നേറ്റം. ഉടനെ കാന്തപുരം പ്രസ്ഥാനക്ക് നമ്മളെ പിൻബലം കൊണ്ടാണ് മുസ്ലിം ലീഗ് ജയിച്ചത്. അപ്പൊ ഒരു ചാനൽ അഭിമുഖത്തിന് ഓടിച്ചെന്നു. അപ്പൊ മുസ്ലിം ലീഗ് എത്ര സീറ്റിലാണ് നിങ്ങളെ പിന്തുണ കൊണ്ട് ജയിച്ചത്? മുസ്ലിം ലീഗ് ജയിച്ച എല്ലാ സീറ്റിലും എന്റെ പിന്തുണ തന്നെ ജയിച്ചത്. ഞങ്ങൾ കാന്തപുരം ഗ്രൂപ്പിന്റെ ശക്തിയില്ലായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് 1 or 2 സീറ്റ്, കൂടിയാൽ 3 സീറ്റിലാണ് മുസ്ലിം ലീഗിന് കിട്ടൂലായിരുന്നു. ഇവര് മുസ്ലിം ലീഗിന്റെ ആളാണ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ വിശ്വാസം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആ വ്യാജ മുടിയുമായി കടന്നു വന്ന കാന്തപുരത്തെ മുസ്ലിം സമുദായം പുറങ്കാലം കൊണ്ട് ചവിട്ടി മാറ്റും. ആ പിന്തുണ അർഹിക്കണ വിഷയമല്ല. KPA മജീദ് ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഈ ഒരു ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ലോക തമാശയായിട്ട് ഇതിനെ കണക്കിലെടുക്കാം. ഒരാളും മൂപ്പരെ വിശ്വസിക്കുന്നില്ല. കാരണം തനി കാപട്യത്തിലാണ്. ആ വിഭാഗം രാഷ്ട്രീയത്തിന്റെ പിൻബലമുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോ അതെല്ലാം വിട്ടിട്ട് ഇപ്പൊ കോൺഗ്രസിനും കിട്ടൂല, ലീഗിനെയും കിട്ടൂല, CPM-നുള്ള ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കി നടപ്പോ BJP-ന്റെ പുറകില. ആരാണ് ഈ BJP-യുടെ പിന്നിൽ? BJP കേവലം BJP അല്ല, BJP അവതരിപ്പിച്ച ഈ പുതിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയുടെ പിന്നിൽ, നരേന്ദ്രമോദിയിൽ നിന്ന് ഗുജറാത്ത് കലാപത്തിൽ നിന്ന് പാവപ്പെട്ട 10,000 മുസ്ലിങ്ങളെ കൗട്ടക്കശാപ്പ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്താൻ നേതൃത്വം നൽകിയ ഈ നരേന്ദ്രമോദി എന്ന നരഹത്യ നടത്തിയ മനുഷ്യനെ ആ കലാപത്തിലൂടെ പോയി സന്ദർശിച്ചിട്ട് 5 കോടി രൂപയാണ് സംഭാവന കൊടുത്തിട്ടുണ്ട്. ഗൗരവോർക്കണങ്ങൾ. എന്താണ് കാന്തപുരം മോഡി തമ്മിൽ ബന്ധം? അത് അന്നത്തെ കഥ. ഇപ്പോ ഇയാൾ പത്രപ്രവർത്തകർ ചാനലോട് പറയുന്നു നരേന്ദ്രമോദി എതിർക്കപ്പെടേണ്ട ആളെ വികസനം കൊണ്ടുവന്ന ആളാണ്. ആരാണ് ഇവിടൊക്കെ പിന്നിൽ? ഇപ്പോൾ വ്യാജമുടി പരാജയപ്പെട്ട ശേഷം കൊണ്ടുവന്ന പ്രവാചകത്തിന് കുടിച്ച പാനപാത്രം തന്നെ പാത്രം അവതരിപ്പിച്ചു. ആ പാത്രം ഒറ്റ നോട്ടത്തിൽ ഒന്നും കാണില്ല. കൃത്യമായി അത് സൂം ചെയ്ത് നോക്കിയാൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അതിന്റെ സെന്ററിൽ സയൻസ് സിസ്റ്റത്തിന്റെ ചിഹ്നമായ 6 കോണുള്ള സ്റ്റാർ നക്ഷത്രം നിങ്ങൾ കാണാം. 6 കോണുള്ള നക്ഷത്രം സിയോണിസ്റ്റുകളുടെ സിംബലാണ്. ഇസ്രായേൽ ജൂതരാഷ്ട്രം നിലവിൽ വന്നപ്പോൾ ആ രാഷ്ട്രത്തിന്റെ പതാകയുടെ സെന്ററിൽ ഈ ചിഹ്നമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ശക്തികൾ ആരാ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കാം. ഈ തരുണത്തിൽ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, സഹോദരന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പാരമ്പര്യത്തിന്റെ മാർഗത്തിന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അതിന്റെ മഹാസമ്മേളനം ഒരു വൻ പരിപാടിയായി, മഹാസമ്മേളനമായി കാസർഗോഡ് നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ഭാഗമാക്കാവാൻ വെള്ളിയും ശനിയും ഞായറും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വലിയ ക്യാമ്പും പരിപാടിയും സംവിധാനങ്ങളും മഹാസമ്മേളനം, വലിയ വലിയ മഹാത്മാക്കളുടെ ദുആ, അത് തന്നെയാണ് പ്രധാനം. അതിനും പങ്കാളികളാകാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ ദുആയും അതിന്റെ പങ്കാളിത്തമൊക്കെ വളരെ പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകാൻ അല്ലാഹു അല്ലാതെ, അള്ളാഹിന്റെ റസൂലും ഈ മഹാന്മാരല്ലാതെ ആർക്കും സാധിക്കൂല. നമ്മൾ കേവലം ദുർബലരാണ്. എന്നാ ദുആക്കോ ഈ മഹാത്മാക്കളുടെ ബന്ധോ അത് വല്ലാത്ത ബന്ധമാണ്. ആ മഹാത്മാക്കളുടെ ബന്ധത്തിന്റെ കാരണത്താൽ, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ കാരണത്താൽ, അള്ളാഹുവിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സകലമായ ആളുടെയും മക്കളുടെയും എല്ലാ രോഗങ്ങളും ഷിഫിയാക്കി തരുമാറാകട്ടെ. നമുക്കൊക്കെ നമ്മുടെ അഹിതർക്കും ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. ബഹുമാന്യനായ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം,
അരമണിക്കൂറിനകം എത്തുമെന്ന് കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ അഹിലുകാരെയും രണ്ട് വീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ സഹോദരൻ ദുആ ചെയ്യുന്ന അപേക്ഷയോടെ അവസാനിപ്പിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.